KSEB മണപ്പള്ളി ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിൽ സമരത്തിന്റെ മറവിൽ ഒരു സംഘം ആളുകൾ അതിക്രമിച്ചു കയറി നാശനഷ്ടം വരുത്തിയതായി പരാതി. ഇത് സംബന്ധിച്ച് കരുനാഗപ്പള്ളി SHOയ്ക്ക് KSEB അധികൃതർ പരാതി നൽകി. ഇതേസമയം KSEB ഓഫീസിൽ പ്രതിഷേധം അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും മെഴുകുതിരി തെളിച്ച് പ്രതിഷേധം നടത്തിയത് റോഡിലാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ഏപ്രിൽ 2 രാത്രി 11 മണിയോടെ പോലീസ് ഉദ്യോഗസ്ഥർ ഓഫീസിലുണ്ടായിരുന്ന സമയത്ത് ഏകദേശം 25 പേരോളമടങ്ങുന്ന സംഘം അനധികൃതമായി മണപ്പള്ളി KSEB ഓഫീസിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയതായാണ് പരാതി. സ്വിച്ച് ബോർഡുകൾ, ജനാലച്ചില്ലുകൾ, CCTV ക്യാമറ, ഫ്രണ്ട് ഡെസ്ക് കമ്പ്യൂട്ടർ എന്നിവ തകർത്തു. പൊതുസ്വത്ത് നശിപ്പിക്കുകയും ഓഫീസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും ചെയ്തു. സംഭവ സമയത്ത് ഓഫീസിലുണ്ടായിരുന്ന ജീവനക്കാരെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായാണ് കരുനാഗപ്പള്ളി SHOയ്ക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. ഈ സംഭവം സർക്കാർ സ്ഥാപനത്തിന്റെ സാധാരണ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിച്ചതായി പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഈ സാഹചര്യത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് KSEB അധികൃതർ പരാതി നൽകിയത്. ഇതിനിടയ്ക്ക് ഏകദേശം ഒരു 11:45 കരുനാഗപ്പള്ളി പോലീസിന്റെ ഉദ്യോഗസ്ഥരൊക്കെ ഈ ഓഫീസിലുള്ള സമയത്താണ് നമ്മുടെ CCTV ക്യാമറകൾ തിരിച്ചൊടിച്ച് താഴോട്ട് വെച്ചിട്ട് നമ്മുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിലത്തെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ച്, ചെടിച്ചട്ടി അടിച്ചു പൊട്ടിച്ച്, പിന്നെ ഫ്രണ്ട് ഓഫീസിലെ കമ്പ്യൂട്ടർ തള്ളി തറയിലിട്ട് അങ്ങനെ ഓഫീസിന് മൊത്തത്തിലൊരു നാശനഷ്ടങ്ങളുണ്ടാക്കി. ഇതുകൂടാതെ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു നിലയിലേക്ക് എത്തി. അത് പോലീസുകാർ ഇതുണ്ടായത് കാരണം അങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ പോയില്ല. തുടർന്ന് പോലീസ് എല്ലാവരെയും വെളിയിലിറക്കുകയും നമുക്ക് വേണ്ട പ്രൊട്ടക്ഷൻ തരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓഫീസിലുണ്ടായ നഷ്ടം അതിന് ഉത്തരവാദികളായവരെ കണ്ടുപിടിച്ച് മാതൃകാപരമായി ശിക്ഷിക്കണമെന്നുള്ള ഒരു രീതിയിൽ പരാതിയുമായിട്ട് നമ്മൾ ഓഫീസിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾ കണ്ടാൽ അറിയാം. ഗ്ലാസ്സൊക്കെ അടിച്ചു വിട്ടിരിക്കുന്നത് കണ്ടാൽ മനസ്സിലാവാവുന്നതാണ്. മണപ്പള്ളി ഓഫീസിലെ ഒരു പ്രശ്നം കൊണ്ടല്ലാതെ ഉണ്ടായ ഒരു സംഭവത്തിന് മണപ്പള്ളി KSEB ഓഫീസിലെ ജീവനക്കാരെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് അടക്കം ഉള്ള പ്രവൃത്തികളിലേക്ക് പൊതുജനം മാറിയത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇതേസമയം വൈദ്യുതി തകരാറിനെ തുടർന്നാണ് നാട്ടുകാർ മണപ്പള്ളി ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസിന് മുന്നിൽ മെഴുകുതിരി തെളിച്ച് പ്രതിഷേധം നടത്തിയതെന്നും അക്രമങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നും സമരത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടവരും നാട്ടുകാരും ചേർന്നായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. മെഴുകുതിരി തെളിച്ച് സമരം നടത്തിയത് റോഡിലാണെന്നും ഇതിൽ കക്ഷി രാഷ്ട്രീയ ചിന്തകളില്ലായിരുന്നുവെന്നും സമരത്തിന് നേതൃത്വം നൽകിയ പഞ്ചായത്ത് അംഗം സഹൈർ വള്ളികുന്നം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇന്ദ്രജിത്ത് തുടങ്ങിയവർ പറഞ്ഞു. ഈ പ്രാവശ്യം ജനങ്ങൾ പൊറുതിമുട്ടി തെരുവിലിറങ്ങിയത്. അങ്ങനെ തെരുവിലിറങ്ങിയ സമയത്തും ജനാധിപത്യപരമായി നിയമാനുസൃതമായി ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മാതൃകപരമായ സമരത്തിന് നേതൃത്വം കൊടുത്തത്. ആ സമരത്തിൽ രാഷ്ട്രീയമില്ല, ജനകീയ ഐക്യം സിന്ദാബാദ് എന്നാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. CPM-ഉം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും BJP-യും DYFI എല്ലാ പാർട്ടിക്കാരും അതിൽ അണിനിരന്നിട്ടുണ്ട്. ജനകീയ സമരമാണ്. ജനങ്ങൾ രാത്രി കാലങ്ങളിൽ പൊറുതിമുട്ടുന്ന ദുസ്സഹമായ സാഹചര്യം തികച്ചും അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയുടെ ഭാഗമായിട്ടാണ് ഇത് നടന്നിട്ടുള്ളത്. പ്രധാനപരമായിട്ടും ഇത്തരത്തിൽ ജനകീയ പ്രക്ഷോഭങ്ങൾ മുന്നിട്ട് പോകുന്ന സമയത്ത് ഒരു സാമൂഹിക വിരുദ്ധരുടെ നല്ല രീതിയിലുള്ള ഒരു കയ്യേറ്റ ശ്രമങ്ങളും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതിൻ്റെ അനന്തരഫലമായിട്ടാണ് ആ സാമൂഹ്യ വിരുദ്ധർ വന്ന് അവിടുത്തെ ജനൽച്ചില്ലകളെ അടിച്ചു പൊട്ടിക്കുന്ന ഒരു സ്ഥിതിവിശേഷങ്ങളും കാര്യങ്ങളും ഉണ്ടായി. പോലീസിനെ മർദ്ദിക്കുന്ന സ്ഥിതിവിശേഷങ്ങളും കാര്യങ്ങളും ഉണ്ടായി. അപ്പം തികച്ചും അവിടെ അത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും വരാതിരിക്കാൻ വേണ്ടി പരിഹരിക്കേണ്ടത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടിയായിരുന്നു അവിടെ സ്വീകരിക്കേണ്ടത്. അപ്പോൾ പോലീസ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കൈയും കെട്ടിക്കൊണ്ട് മാറി നിൽക്കുന്ന ഒരു പ്രവണതയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടിരിക്കുന്ന തഴവ ഡിവിഷൻ്റെ മെമ്പറാണ്. അപ്പം നിലവിൽ ഞാൻ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്. തഴവ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ ജനപ്രതിനിധികളും ഈ പറയുന്ന സമരവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. വള്ളികുന്നത്ത് പവർ സ്റ്റേഷനിൽ നിന്നും വൈദ്യുതി എത്തിക്കുന്ന കേബിൾ തകരാറിലായതാണ് വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമായത്. നിരന്തരമായി വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായതിനെ തുടർന്നായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധമെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, തഴവ.